നമസ്കാരം. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമ്മൾക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അവിടെ പഴയ കാലത്ത് സുഡാപ്പികൾ നടത്തിയിരുന്ന ഒരു കലാപരിപാടിയും നടക്കുന്നില്ല. കാരണം അത് നടത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അഖിലേഷ് യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന സമയത്ത് മായാവതി എന്ന് പറയുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ BSPയുടെ മുഖ്യമന്ത്രിയോടെ ഭരിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ അവിടെ പൂർണ്ണമായിട്ടും അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളടക്കം അല്ലെങ്കിൽ ഗുണ്ടകളടക്കം വലിയ രീതിയിൽ തന്നെ UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് അഴിഞ്ഞാടിയിരുന്നതാണ്. ഈ അഴിഞ്ഞാട്ടത്തെ പൂർണ്ണമായിട്ടും കൂച്ചുവിലങ്ങിട്ട് അടിച്ചമർത്തുന്ന നിലപാട് തന്നെയാണ് യോഗി ആദിത്യനാഥ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ ഒരു പ്രത്യേക മതവിശ്വാസികൾ അവര് റോട്ടിൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. റോട്ടിൽ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിസ്കാരം നടത്തുന്ന ആളുകൾ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ റോഡ് ബ്ലോക്ക് ആകും. ഏതെങ്കിലും ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂട്ടി പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങി നടത്തുന്ന ഒരു കാര്യമല്ല. ഒരു മതവിശ്വാസത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നത് നടു റോട്ടിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് ചെയ്യുന്നൊരു കാര്യം. അത് ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളിലുമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കാര്യമായിട്ട് നടത്തുന്നില്ല, ഇത് നടത്തിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അത് മിക്കപ്പോഴും തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. കാരണം UP പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ പല പല സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ യോഗി ആദിത്യനാഥ് ഇപ്പോ സുഡാപ്പികളോട് കൃത്യമായിട്ട് ഇതിലൊരു നിലപാട് അറിയിച്ചിരിക്കുകയാണ്. എന്താണ്? പരസ്യമായിട്ട് ഇതുപോലെ വന്ന് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ജയിലിൽ ഇടും പിടിച്ച്. രണ്ടാമത്തേത് നിങ്ങൾ പാസ്പോർട്ടും റദ്ദാക്കും. ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പൊ പോയിരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന നിലനിർത്തുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എപ്പോഴും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഇടപെടൽ ഉണ്ടാകണം. ഈ ശക്തനായിട്ടുള്ള ഭരണാധികാരി എപ്പോഴും തികഞ്ഞ ഒരു രാഷ്ട്രവാദി കൂടിയായിരിക്കണം, ഒരു സംശയമില്ല. ഇതിന്റെ മുഖമുദ്രയായിട്ട് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് മാറിയിരിക്കുകയാണ്. കാരണം സുഡാപ്പികളുടെ ക്ഷുദ്രമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ദുഷിപ്പ് പരിപാടികളൊന്നും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഇപ്പൊ നടക്കുന്നില്ല എന്നല്ല, നടത്തുന്നില്ല, ഇനി നടത്തിക്കില്ല, അതൊരു സംശയമില്ല. ഇപ്പൊ യോഗി കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇതിനെ വലിയ രീതിയിൽ എതിർക്കുക, ഇത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള വേട്ടയാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഇങ്ങനൊരു വേട്ടയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വലിയ തരത്തിൽ വോട്ട് ബാങ്കുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമോ? 2014 ശേഷം ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ മാത്രം ഇങ്ങനെ ഒരു അത്ഭുതം വലിയ തരത്തിൽ തന്നെ UPയിലെ പല പ്രദേശങ്ങളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും BJP വിജയിച്ചു വരികയാണ്. അതും BJP ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തന്നെയാണ് അവിടെ ഇലക്ഷനെ നേരിട്ടുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് കുത്തിത്തിരിപ്പില്ലാത്ത ദേശീയവാദികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, നാട് മുന്നോട്ട് പോകുന്നത് വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്, അതിനൊപ്പം സഞ്ചരിക്കുക. ഇതിനിടയിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾ, സുഡാപ്പി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നാടിനെ നശിപ്പിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും വലിയ രീതിയിൽ ശ്രമിക്കുന്നു. ഇതേ സാഹചര്യം തന്നെയാണ് നാഗപ്പൂരിൽ കഴിഞ്ഞ മാർച്ച് 17 നടന്നത്. അപ്പൊ ഒരു കോംപ്രമൈസും ഇല്ല. സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? 200 കോടി രൂപയാണ് നഷ്ടമായിട്ട് ഇവരുടെ പേരിലേക്ക് ചുമത്തിരിക്കുന്നത്. ഏകദേശം 250ഓളം ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഗപ്പൂരിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ഈ 200 കോടി രൂപ കെട്ടിവെക്കണം. കൂട്ടത്തിൽ ഇവരുടെ സ്വത്തുവകകൾ കണ്ടെത്തി അത് തികക്കാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഈ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവിന്റെ വീടും അതിനോടൊപ്പം തന്നെ അനുയായികളായിട്ടുള്ള 60 പേരുടെ വീടുകളും പൂർണ്ണമായിട്ട് ബുൾഡോസർ വെച്ച് അടിച്ച് നിരത്തി കളഞ്ഞു, പൂർണ്ണമായിട്ട് പൊളിച്ചടക്കി. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന ആളുകളെ അടിച്ചമർത്താനുള്ള യോഗിയുടെ നിലപാട് 1% പോലും തെറ്റല്ല, പൂർണ്ണമായിട്ട് ശരി. ഇങ്ങനെയുള്ള ഭരണാധികാരിയാണ് 10-20 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിൽ തർക്കമില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വ്യക്തിത്വമായിട്ട് യോഗി ആദിത്യനാഥ് മാറിയിരിക്കുകയാണ്.
രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്കൊക്കെ പലരും അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഫലം. കാരണം പല സംസ്ഥാനങ്ങളിലും ദുഷിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കുറെ ഭീകരന്മാർ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി പോയത്. ദേശീയവാദികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. കാരണം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് രാജ്യത്തോടൊപ്പം മുന്നോട്ട് പോകാനാണ് താല്പര്യം. APJ അബ്ദുൽ കലാമിന്റെ അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? ഇതാണ് രാഷ്ട്രവാദിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയുള്ള ആളുകളാണ്. കാരണം ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാടിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ വലിയ തരത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാനും നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിരന്തരമായിട്ട് റോട്ടിലും അവിടെ ഇവിടെയും വന്നുകൊണ്ട് ഒരു കാര്യമില്ല. അവർക്ക് ഈ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആരാധനാലയമുണ്ട്, വീടുകളുണ്ട്, അതുമായി ബന്ധപ്പെടുന്ന മറ്റു പ്രദേശങ്ങളുണ്ട്, ഇവിടെയൊക്കെ ചെയ്യാം. പക്ഷെ പ്രധാനപ്പെട്ട റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള കലാപരിപാടി കാണിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ഇത് നിരന്തരമായിട്ട് തുടരുകയാണ്. ഇത് തുടരുമ്പോൾ വെസ്റ്റ് ബംഗാളിലെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല. മമതാ ബാനർജി വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരു വിശ്വാസമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഇതിൽ അസ്വസ്ഥതയുണ്ടാകും. നമ്മുടെ നാട് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ സുഡാപ്പികൾ ആരെയാണ് പ്രകോപിപ്പിക്കുന്നത്? നിരന്തരമായിട്ട് പ്രകോപിപ്പിച്ച് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോ നാഗപ്പൂരിൽ ചെയ്തതുപോലെ വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. സർക്കാർ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുകയാണ്. ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന കുഴിയിലേക്ക്, കെണിയിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ചാടി വീഴേണ്ട ആവശ്യമില്ല. ഇവർ സംഘർഷം ഉണ്ടാക്കി, ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അവരെ ഇനി ഒരു തരത്തിലും 1% പോലും ജയിലിൽ നിന്ന് പോലും പുറത്തേക്ക് വരാൻ പറ്റാത്ത തരത്തിലേക്ക് ശക്തമായിട്ടുള്ള നിലപാട്. 2021 ഒരു ശ്രീകൃഷ്ണാഷ്ടമി ദിനത്തിൽ കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? PFIയുടെ പ്രവർത്തകർ അഴിഞ്ഞാടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ്, ഒരു കമന്റിന്റെ പേരിൽ. അപ്പൊ ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ അന്ന് സംഘർഷമുണ്ടാക്കിയ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP യുടെയും പ്രവർത്തകർ കർണാടകയിൽ എവിടെയാണെന്നും ഇന്നും പരപ്പൻ അഗ്രഹാര ജയിലിൽ കെടുക്കുകയാണ്. UAPA ചുമത്തപ്പെട്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം PFI നിരോധിക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി പോരാ. പക്ഷെ കർണാടകയിലെ സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി P. പരമേശ്വര പറഞ്ഞിരിക്കുന്നത് ഈ ബാംഗ്ലൂർ കലാപ കേസ് ഞങ്ങൾ പിൻവലിക്കുകയാണെന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസുകാരെയും പോലീസ് സ്റ്റേഷനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ആക്രമിച്ച ആളുകൾക്ക് എതിരെയുള്ള കേസ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ നേതാവാണ്. ഇതാണ് ഒരു സ്നേഹത്തിന്റെ കട തുറന്നത്. ഈ സമാധാനം നശിപ്പിക്കാൻ നോക്കിയവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കർണാടകയിലെ സ്നേഹത്തിന്റെ, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പറഞ്ഞ സ്നേഹത്തിന്റെ കട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം വികൃതമായിട്ടുള്ള ആളുകളാണ്, വികൃത മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഉമരുന്നത്. അപ്പൊ ഈ പ്രീണന നയം കൊണ്ട് UP-യിലേക്ക് വരേണ്ട, അവിടുത്തെ സർക്കാർ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയാണ്. ഇതാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ യോഗി ആദിത്യനാഥിനെ കാണുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ വികസനം, സമാധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സമാധാനം കൃത്യമായിട്ടുണ്ടാകും. ഒരു സംശയമില്ല.